എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണ് എന്ന് കരുതി എൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛനെ നിഷേധിക്കില്ല മിത്ര. മിത്രയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അഗ്നിയെ പ്രണയിക്കാനോ അവനെ അംഗീകരിക്കാനോ അവൾക്ക് കഴിയില്ല. അവളിലെ സ്ത്രീ അത്രത്തോളം കരുത്തതായിരുന്നു. ആർക്കു മുന്നിലും അടിയറവ് പറയാൻ അവൾ തയ്യാറായില്ല. കുറച്ചു കഴിഞ്ഞ് വർമ്മയെ കാണാത്തതിനാൽ ജാനകി മുകളിലേക്ക് പോയി. അപ്പോഴും ദേഷ്യത്തോടെ പടിയിറങ്ങിപ്പോയ അഗ്നിയുടെ മുഖമായിരുന്നു ജാനകിയുടെ മനസ്സ് നിറയെ. അച്ഛനും മകനും തമ്മിൽ കണ്ടാൽ ഇത് പതിവാണ്. അനിയൻകുട്ടനെ കണ്ടാൽ ദേവന് ദേഷ്യം വരും, പിന്നെ ഒന്നും രണ്ടും പറയും. അത് കേൾക്കുമ്പോൾ അവന് സങ്കടമാവും. വിവാഹം കഴിഞ്ഞു വന്ന സമയം മുതൽ അനിയനല്ല മകനായാണ് കണ്ടതും സ്നേഹിച്ചതും. ലക്ഷ്മിയോടുള്ള ഇഷ്ടം പോലും അവൻ ആദ്യം അറിയിച്ചത് എന്നെയാണ്. ദേവനെ അനിയൻ്റെ മകനായല്ല, സ്വന്തം മകനായി തന്നെയാണ് കണ്ടതും വളർത്തിയതും. തന്നെ കൊണ്ട് കഴിയുന്നതിൽ പരമാവധി സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. എങ്കിലും അവർക്കിടയിലുള്ള പിണക്കം അത് ഇതുവരെ മാറ്റാൻ എനിക്ക് സാധിച്ചില്ല. ദേവന്റെ ജീവിതം കുത്തഴിയാൻ കാരണം അനിയൻകുട്ടൻ വലിയൊരു കാരണക്കാരനാണ്. ലക്ഷ്മി മരിച്ചു തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ എൻ്റെ അമ്മയെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമായിരുന്നു ദേവൻ. എന്നാൽ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ലക്ഷ്മി വന്ന നാളുകൾ മുതലേ അമ്മയ്ക്ക് ലക്ഷ്മിയോട് മനസ്സുകൊണ്ട് അകൽച്ചയുണ്ടായിരുന്നു. പോകെ പോകെ അത് മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ല. ചിന്തകൾക്കൊടുവിൽ ജാനകി അഗ്നിയുടെ മുറിക്ക് മുൻപിലെത്തി. കതക് തുറന്നു കിടക്കുന്നത് കണ്ട് അവരകത്തേക്ക് കയറി. മുറിയിൽ ആരുമില്ലാത്തതിനാൽ ജാനകി പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിൽ അഗ്നിയെ കണ്ടില്ലെങ്കിലും അവിടെയുള്ള ചെയറിൽ തളർന്നിരിക്കുന്ന വർമ്മയെ ജാനകി കണ്ടു. കണ്ണടച്ചിരിക്കുന്ന വർമ്മയെ കണ്ടതും ജാനകി പതിയെ അയാൾക്കടുത്തേക്ക് നടന്നു. അനിയൻകുട്ട, ജാനകി വിളിച്ചെങ്കിലും അനക്കമില്ലാതെ വർമ്മ ഇരിക്കുന്നത് കണ്ടതും അവർക്ക് പേടിയായി തുടങ്ങി. അനിയൻകുട്ട, എഴുന്നേൽക്ക്. വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും വർമ്മ കണ്ണു തുറന്നില്ല. ജാനകി വിളിച്ചെങ്കിലും അനക്കമില്ലാതെ വർമ്മ ഇരിക്കുന്നത് കണ്ടതും അവർക്ക് പേടിയായി തുടങ്ങി. അനിയൻകുട്ട, എഴുന്നേൽക്ക്. വീണ്ടും വീണ്ടും വിളിച്ചു. ജാനകിയുടെ നിലവിളി കേട്ടാണ് മിത്ര അഗ്നിയുടെ മുറിയിലേക്ക് പോയത്. അകത്തേക്ക് കയറിയതും മുറിയിൽ ആരുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പതിയെ തുറന്നിട്ടിരിക്കുന്ന ബാൽക്കണിയിലേക്ക് അവൾ കടന്നു. അവിടെ ബാൽക്കണിയിലുള്ള ചേരൽ ബോധമില്ലാതെ കിടക്കുന്ന വർമ്മയെ കണ്ടതും ഒരു നിമിഷം മിത്ര സ്തംഭിച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ജാനകി ആ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. അവരുടെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വെപ്രാളത്തോടെ നിൽക്കുന്ന ജാനകിയുടെ അടുത്തേക്ക് മിത്ര പോയി. അമ്മേ, എന്തു പറ്റി? മോളെ, അനിയൻകുട്ടൻ അവൻ എഴുന്നേൽക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞതിനോടൊപ്പം ജാനകി കരയാൻ തുടങ്ങി. വർമ്മ എന്നും ജാനകിക്ക് കുഞ്ഞനുജൻ തന്നെയായിരുന്നു. കേട്ടതും മിത്ര പെട്ടെന്ന് പകച്ചു പോയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് അവൾ കയ്യിലുള്ള ഫോണെടുത്ത് കണ്ണനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അല്പനിമിഷത്തേക്ക് അഗ്നിയോട് ദേഷ്യം മാറ്റിവെച്ചു. അഗ്നിയെ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ദേഷ്യവും നിരാശയും സങ്കടവും എന്തൊക്കെ മിത്രയെ വന്ന് പൊതിയുന്നതായി തോന്നി അവൾക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം മിത്ര പകച്ചുപോയി. പിന്നീട് എന്തോ ഓർമ്മ വന്നതുപോലെ പെട്ടെന്ന് റോഹനെ വിളിച്ചു. അല്പസമയത്തിനു ശേഷം റോഹൻ അഗ്നിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി റോഹൻ. മിത്രയെ തനിച്ചാക്കി പോകാൻ ജാനകി മടിച്ചെങ്കിലും മിത്ര തന്നെ അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. വർമ്മയെ ഹോസ്പിറ്റലാക്കിയതിനു ശേഷം മിത്രയും രോഹനും മാറി മാറി അഗ്നിയെ വിളിച്ചെങ്കിലും ഫോണ് കിട്ടിയില്ല. ഹോസ്പിറ്റലെത്തിക്കുമ്പോഴും രാത്രി 8 മണിയോടടുത്തിരുന്നു. ICUവിൽ സീരിയസ് ആയി വർമ്മ കിടക്കുന്നതിനാൽ തന്നെ ഈ രാത്രി സമയത്ത് മിത്ര തനിച്ചാണെന്നുള്ള കാര്യം അവർ മറന്നിരുന്നു. സ്വന്തം പിതാവ് ICUവിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്തും മദ്യപിച്ച് ബോധമില്ലാതെ ബാറിലായിരുന്നു അഗ്നി. ഇടറുന്ന കാലടികളോടെ അഗ്നി ബാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇടയ്ക്ക് തടഞ്ഞു വീഴാൻ പോയെങ്കിലും ആരുടെയും ആശ്രയത്തിൽ നിൽക്കാതെ അവൻ സ്വയം ഡോറ് തുറന്ന് കാറിനകത്തേക്ക് കയറി. ബാറിലെ സ്റ്റാഫ് വന്ന് വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും ദേഷ്യത്തോടെ അയാളെ തള്ളി മാറ്റി അഗ്നി കാറ് മുന്നോട്ടെടുത്തു. അവൻ്റെ ഡ്രൈവിംഗ് പോലും സ്വബോധത്തോടെ ആയിരുന്നില്ല എങ്കിലും എങ്ങനെയൊക്കെയോ തറവാടിന് മുൻപിൽ അഗ്നിയുടെ കാറ് ചെന്ന് നിന്നു. തറവാട്ടിൽ ഒറ്റയ്ക്കായിരുന്ന മിത്ര വല്ലാത്ത ഭയത്തിലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയവരെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. വർമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നുള്ള ആദി അവളിൽ നിറഞ്ഞിരുന്നു. തൻ്റെ വീർത്തുന്തിയ വയറിൽ പിടിച്ച് മിത്ര ഹാളിലിരുന്നു. മീരയെ വിളിച്ചു കൂട്ടിരുത്താമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അവൾ അതിന് തുനിഞ്ഞില്ല.
അല്പനേരം ഇരുന്നതും കാലുകൾക്ക് രണ്ടും വല്ലാത്ത വേദന തോന്നിയതും പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് നടക്കാൻ തുടങ്ങി മിത്ര. പെട്ടെന്നാണ് ഒരു കാറിന്റെ ഹോണടി കേട്ടത്. ആ വാഹനം തറവാടിന്റെ മുമ്പിൽ വന്നു നിന്നതും പതിയെ ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങി മിത്ര. മദ്യപിച്ച് ബോധമില്ലാതെ വന്നിരുന്നു അഗ്നി. തറവാടിന്റെ മുൻപിൽ കാർ നിന്നതും അതിൽ നിന്ന് ഒരുവിധം പുറത്തേക്കിറങ്ങി. കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതിനു ശേഷം ഡോർ അടക്കാൻ ശ്രമിച്ചു. എങ്കിലും അപ്പോഴേക്കും അഗ്നിയുടെ കാലിടറി പോയിരുന്നു. എങ്കിലും വീഴുന്നതിന് മുൻപ് അവൻ സ്വയം ബാലൻസ് ചെയ്തു നിന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് മിത്ര പുറത്തേക്ക് വന്നത്. സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലായ സമയത്ത് കുടിച്ച് ബോധമില്ലാതെ ഇടറി വരുന്ന അഗ്നിയെ കണ്ടതും അവൾക്ക് പുച്ഛം തോന്നി. പ്രതീക്ഷിക്കാതെ പൂമുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെ കണ്ടതും അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു. ചൊടികൾ കന്യമായിരുന്ന പുഞ്ചിരി ആ നിമിഷം അവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. ഇടറുന്ന തൻ്റെ കാലുകളെ ഒരുവിധം നിലയ്ക്ക് നിർത്തിക്കൊണ്ട് അഗ്നി അവളുടെ അടുത്തേക്ക് പാഞ്ഞു. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അഗ്നിയെ കണ്ടതും മിത്ര സംശയരൂപേണ അവരെ തന്നെ നോക്കി നിന്നു. ഒരു വേള മിത്രയുടെ ഉള്ളിൽ ചെറിയ തോതിലുള്ള ഭയം രൂപപ്പെട്ടിരുന്നു. തൻ്റെ ജീവിതം അഗ്നി തകർത്ത ആ രാത്രിയിലും അവൻ്റെ രൂപം ഇങ്ങനെ തന്നെയായിരുന്നു. പതിയെ ആ രാത്രി അവളുടെ ഓർമ്മയിലേക്ക് വന്നു. കണ്ണുകളിൽ നീർത്തുള്ളികൾ രൂപപ്പെടാൻ തുടങ്ങിയതും മിത്ര രണ്ടു കണ്ണുകളും അടച്ച് തിരിഞ്ഞകത്തേക്ക് നടന്നു. ഹാളിലെത്തി സ്റ്റെയറിലേക്ക് കടക്കുന്നതിന് മുൻപ് അവളുടെ കൈകളിൽ അഗ്നി പിടിച്ചിരുന്നു. ഒരു വേള മിത്രയുടെ ഹൃദയം നിശ്ചലമാകുമെന്ന് തോന്നിപ്പോയി അവൾക്ക്. തൻ്റെ ഉള്ളിലെ ഭയത്തിൻ്റെ കണിക പതിയെ പുറത്തേക്ക് വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഈ രാത്രിയും ഇത്രയും വലിയ വീട്ടിൽ തങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഉള്ളത് എന്ന സത്യം അവളുടെ ഉള്ളിലെ ഭയത്തിൻ്റെ ആക്കം കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ അഗ്നി മിത്രയെ തിരിച്ചു നിർത്തിയിരുന്നു. മിത്രയ്ക്ക് ഹൃദയം നിശ്ചലമാകുന്നത് പോലെ തോന്നി. ഇനി തുടർന്നുള്ള അവൻ്റെ നീക്കം എന്തായിരിക്കുമെന്നുള്ള ചിന്ത അവളിൽ കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. തൻ്റെ കൈ പുറകിലേക്ക് നീട്ടിക്കൊണ്ട് വലതുവശത്തെ ടേബിളിൽ വെച്ചിരുന്ന ഫ്ലവേഴ്സിൻ തൻ്റെ കൈ കൊണ്ട് എത്തിപ്പിടിച്ചു മിത്ര. ഭയം കൊണ്ട് കൈ വിറയ്ക്കുമ്പോഴും അത് മുറുക്കെ പിടിച്ചിരുന്നു അവൾ. ഒരാക്രമണത്തിന് തയ്യാറാണെന്ന പോലെ. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഗ്നി അവളുടെ കാലിലേക്ക് വീണു. ഒരു നിമിഷം പകച്ചുപോയി മിത്ര. എന്താണ് നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി അവൾക്ക്. അവനിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അഗ്നിയുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ നീർത്തുള്ളികളായിരുന്നു അവളെ ഉണർത്തിയത്. അവ മിത്രയുടെ കാലിൽ പതിച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ രണ്ടടി പിന്നിലേക്ക് മാറി നിന്നു മിത്ര. മിത്ര. അഗ്നിയുടെ ശബ്ദം അത്രത്തോളം ആർദ്രമായിരുന്നു. അതിൽ ദയനീയത, നിസ്സഹായ അവസ്ഥ എന്നിവ പ്രത്യേകം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. മാപ്പ്. കണ്ണുകൾ നിറച്ച യാചനയുടെ സ്വരത്തിൽ അഗ്നി പറഞ്ഞു. കുറ്റബോധം കൊണ്ട് വിങ്ങുന്നവൻ്റെ ശബ്ദം ആ ഹൃദയത്തിലെ വേദന കണ്ണുകളിലൂടെ മിത്രയുടെ ഹൃദയത്തിലേക്ക് വന്നു തറയ്ക്കുന്നത് പോലെ തോന്നി അവൾക്ക്. എന്നാൽ അഗ്നിക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് മാത്രം അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. തന്നോട് ചെയ്തത് മറക്കാനും പൊറുക്കാനും അവൾക്ക് കഴിയില്ലെങ്കിലും അവൻ്റെ ഈ അവസ്ഥയിൽ അവൾക്ക് അവനോട് സംസാരിക്കാൻ തോന്നിയില്ല. മിത്ര പതിയെ തിരിഞ്ഞു നടന്നതും ഒരുവിധം നിലത്തുനിന്ന് എഴുന്നേറ്റു അഗ്നി. അവൾ നടന്നു പോകുന്നത് ഹൃദയം വിങ്ങുന്ന വേദനയോടെ അവൻ നോക്കി നിന്നു. എന്നാൽ ഇനിയും ആ അഗ്നിപർവ്വതം തൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇന്ന് തൻ്റെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറന്നേ തീരൂ. മിത്ര. പടികൾ ഓടിക്കയറുന്നതിന് മുൻപ് തന്നെ മിത്രയുടെ കൈകളിൽ അഗ്നിയുടെ പിടി വീണിരുന്നു. പോകല്ല മിത്ര. നിറഞ്ഞു വന്ന അവൻ്റെ കണ്ണുനീരും ഇടറുന്ന ശബ്ദവും അവളെ തെല്ലുന്നുലച്ചു. തൻ്റെ കാൽപാദങ്ങൾക്ക് ഒരു നിമിഷം ചലനശേഷി നഷ്ടപ്പെട്ടതുപോലെ മിത്ര അവിടെ നിന്നു. ഇത്രത്തോളം ദുർബലനായി മിത്ര ഇതിനു മുമ്പ് അഗ്നിയെ കണ്ടിരുന്നില്ല. എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല മിത്ര. നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയില്ല ഞാൻ. പക്ഷേ എൻ്റെ മരണം വരെ എന്നെ ശിക്ഷിക്കാനെങ്കിലും എൻ്റെ കൂടെ നിന്നൂടെ? എനിക്ക് ഈ ചെകുത്താൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മിത്രയെയാണ്. എനിക്ക് പ്രണയമാണ് മിത്ര നിന്നോട്. തനിക്കറിയാമെങ്കിലും തൻ്റെ മുഖത്ത് നോക്കി അഗ്നി അത് പറഞ്ഞതും മിത്ര അനങ്ങാൻ പോലും കഴിയാതെ നിന്നു. എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു മിത്ര, ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ. നീയും ഞാനും നമ്മുടെ കുഞ്ഞും. അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആഗ്രഹമായിരുന്നു.
എന്തൊക്കെയോ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന, എന്നാലൊന്നും സാധിക്കാത്ത ഒരാൾ. അവൻ്റെ സംസാരമാണ് മിത്രയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. എൻ്റെ അമ്മയായിരുന്നു മിത്ര എനിക്കെല്ലാം. ആ ചൂട് പറ്റിക്കിടക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ അമ്മയെ കാണാൻ നിന്നെ പോലെയാ, നല്ല സുന്ദരിയായിരുന്നു. പറയുമ്പോൾ അഗ്നിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തങ്ങി നിന്നു. അവൻ്റെ സംസാരം ഒരു നല്ല കേൾവിക്കാരിയെ പോലെ കേട്ടുനിന്നു മിത്ര. ആ നിമിഷം അവളിൽ അവനോട് വെറുപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ പാവാണ്, പ്രതികരണശേഷിയില്ലാത്തൊരു പാവം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ജോലിക്കാരിയെ പോലെ എൻ്റെ അമ്മ ഈ വീട്ടിൽ. ആരും അമ്മയെ സഹായിക്കാനുണ്ടായിരുന്നില്ല, അയാൾ പോലും. അതുകൊണ്ടാണ് അവർ കൊന്നത് എൻ്റെ മുമ്പിൽ വെച്ച്. അവൻ്റെ ശബ്ദം വിടറുന്നത് വേദനയോടെ മിത്ര കേട്ടുനിന്നു. എന്നാൽ അതിൽ ക്രോധം നിറഞ്ഞു നിന്നു, ആരോടോ ഉള്ള പക. അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്നു എനിക്കൊരു അനിയത്തി വരുന്നുണ്ട് എന്ന്. എനിക്ക് സ്വന്തമെന്ന് പ്രതീക്ഷിച്ചതും കിട്ടിയത് നഷ്ടങ്ങൾ മാത്രമായിരുന്നു. അഗ്നി ഒറ്റയ്ക്കായി, ആരുമില്ലാത്ത, ഒരുപാട് സമ്പത്തുള്ള, എന്നാൽ ആരും സ്നേഹിക്കാനില്ലാത്ത ദരിദ്രൻ. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെ അഗ്നി സ്നേഹത്തോടെ നോക്കി. പതിയെ അവൻ മുട്ടുകുത്തിയിരുന്നു. അഗ്നി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ മിത്രയുടെ വീർത്തുന്തിയ വയറിലായി അവൻ്റെ ചുണ്ടുകൾ അമർന്നിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അഗ്നിയുടെ നീക്കത്തിൽ മിത്ര ഒന്ന് പിടഞ്ഞുപോയി. മിത്രയുടെ മുഖത്തെ വ്യത്യാസം കണ്ടതും താൻ ചെയ്തത് കടന്നുപോയോ എന്ന് തോന്നിപ്പോയി അഗ്നിക്ക്. സോറി, എനിക്കൊരുപാട് നാളായി ഞാൻ ഈ ആഗ്രഹം കൊണ്ട് നടക്കുന്നു. എൻ്റെ കുഞ്ഞ്. നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ കണ്ണുനീരിനെ ഒഴുക്കിക്കൊണ്ട് അഗ്നി സംസാരിച്ചു തുടങ്ങി. മിത്ര, ഇവൻ എന്നെ പോലെ ആകരുത്. എൻ്റേത് നശിച്ച ജന്മമാണ്. ആർക്കും വേണ്ടാത്ത നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങാനും തെറ്റ് ചെയ്യാനും മാത്രം വിധിക്കപ്പെട്ട നശിച്ച ജന്മം.